Hi, welcome to today's video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെഫ് കാനഡ എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ മോസ്റ്റ് അപ്ഡേറ്റഡ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം IELTS പോലെ തന്നെ കനേഡിയൻ ഇമിഗ്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു എക്സാമിനേഷനാണ് ടെഫ് കാനഡ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് 4 മൊഡ്യൂൾസാണ് ടെഫ് എക്സാമിനുള്ളത്: റീഡിംഗ്, ലിസ്ണിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ലൈക്ക് comprehension orale, comprehension écrite, expression orale and expression écrite. ഈ 4 മൊഡ്യൂൾസിലെ പ്രൊഫിഷ്യൻസിയാണ് നമ്മൾ മെയിനായിട്ട് ഈ എക്സാമിൽ നമ്മൾ തെളിയിക്കാനുള്ളത്. മെയിനായിട്ട് 3 അല്ലെങ്കിൽ 4 അവേഴ്സിനുള്ളിൽ തീരുന്ന ഒരു എക്സാമിനേഷനാണ് ടെഫ് കാനഡ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ മൊഡ്യൂൾസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, റീഡിംഗ്. റീഡിംഗ് എക്സാമിനേഷൻ അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്നത് ലൈക്ക് സെയിം IELTSലെ പോലെ തന്നെയാണ്, പക്ഷേ ചില സ്ട്രക്ചറിലും മാറ്റങ്ങളുണ്ട്. ലൈക്ക് 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും റീഡിംഗ് എക്സാമിന് ഉണ്ടാവുക. 40 ക്വസ്റ്റ്യനും 40 MCQസും, പക്ഷേ 60 മിനിറ്റ്സ് ഉണ്ടാവും. സോ മെയിനായിട്ട് 60 മിനിറ്റിൽ നമ്മൾ റീഡ് ചെയ്യുന്നു, നമുക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫോ അല്ലെങ്കിൽ ലെക്ചർ നമ്മൾ റീഡ് ചെയ്യുന്നു, അതിനുശേഷം ക്വസ്റ്റ്യൻ വായിക്കുന്നു. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് MCQs ആയിരിക്കും ആൻസേഴ്സ് ആയിട്ട് ഉണ്ടാവുക. നമുക്ക് അപ്രോപ്രിയേറ്റ് ആണെന്ന് തോന്നുന്ന MCQs നമ്മൾ ടിക്ക് ചെയ്യുന്നു ആൻഡ് അത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്തോളും. ടെഫ് കാനഡ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. സോ ഈ റീഡിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 40 ക്വസ്റ്റ്യൻ 60 മിനിറ്റ്സിൽ നമ്മൾ കവർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് അല്ലെങ്കിൽ 1.25 മിനിറ്റിൽ കൂടുതൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ടൈമില്ല. സോ മെയിനായിട്ട് സ്റ്റുഡൻസിനോട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ് റീഡിങ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ സ്പീഡ് നമ്മൾ മെയിനായിട്ട് നോക്കണം, ഫോക്കസ് ചെയ്യണം. ലൈക്ക് നമ്മൾ ആദ്യം മുതലേ തന്നെ സ്പീഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം 60 മിനിറ്റ്സിൽ 40 ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ വൊക്കാബുലറിയുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. കാരണം നമ്മുടെ ലെക്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കിംഗ് ആ പാർട്ടിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൊക്കാബുലറീസ് നമ്മൾ യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ വൊക്കാബുലറീൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ റീഡിംഗ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ വേർബ് ഫോംസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വേർബ് ഫോംസ് നമ്മൾ റീഡിംഗ് പാറ്റേൺസിൽ അല്ലെങ്കിൽ റീഡിംഗ് പാരഗ്രാഫിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അതിലെ യൂസേജ് ഇൻ ദ സെൻസ് ഓഫ് പ്രസൻറ്റ് ടെൻസിലാണോ അല്ലെങ്കിൽ പാസേ കൊമ്പോസയിലാണോ ആം പാർഫയിലാണോ സുബ്ഷോന്തീവിലാണോ ഫ്യൂച്ചർ സാമ്പിളിലാണോ നമ്മൾ യൂസ് ചെയ്തേക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ ടെൻസുകളും അല്ലെങ്കിൽ ഓരോ വേർബ് ഫോംസുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവേണ്ടതായിട്ടിരിക്കുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിസ്ണിംഗ്. ലിസ്ണിംഗ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സെയിം റീഡിംഗ് പോലെ തന്നെയാണ്. 40 ക്വസ്റ്റ്യൻസും 40 MCQസും 40 മിനിറ്റ്സും ആയിരിക്കും ഉണ്ടാവുക. ലൈക്ക് 40 മിനിറ്റിൽ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. സോ ഒരു ക്വസ്റ്റ്യന് നമുക്ക് 1 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ലിസ്ണിംഗ് എബിലിറ്റിക്കാണ്. ലിസ്ണിംഗ് എബിലിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോഴേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് കോഴ്സിന് നമ്മൾ എൻറോൾ ചെയ്യുമ്പോഴേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പോഡ്കാസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ റേഡിയോസൊക്കെ നമ്മൾ കേൾക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം അവരുടെ ആക്സെൻറ്റ് നമുക്ക് ക്ലിയർ ആയാൽ മാത്രമേ നമ്മുടെ ലിസ്ണിംഗ് എബിലിറ്റി ഇമ്പ്രൂവ് ആവുകയുള്ളൂ. സോ മെയിനായിട്ട് നമ്മൾ ആക്സെൻസിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോ അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. സോ നമ്മൾ ഫ്രഞ്ചിൻ്റെ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യുമ്പോഴേ നമ്മൾ ലിസ്ണിംഗ് കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ടെഫിൻ്റെ എക്സാമിനേഷൻ ആവുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ലിസ്ണിംഗ് നന്നായിട്ട് മനസ്സിലാവാനായിട്ട് പറ്റും. ഇതിൽ വരുന്ന ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ വട്ടമേ നമുക്ക് ഓഡിയോ കേൾക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം സെക്കൻഡ് ടൈം അല്ലെങ്കിൽ തേർഡ് ടൈം നമുക്ക് ഓഡിയോ കേൾക്കാനായിട്ട് പറ്റില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് ടൈം ലിസ്ണിംഗ് ചെയ്തു ആ ഓഡിയോ നമ്മൾ കേട്ടു, ഒരു 2-3 സെക്കൻഡ്സ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ഡിസപ്പിയർ ആയി പോകും. സോ മെയിനായിട്ട് നമ്മൾ ലിസ്ണിംഗ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പോഡ്കാസ്റ്റുകൾ, റേഡിയോസ്, മൂവീസ്, മ്യൂസിക്സ് ഒക്കെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റിംഗ്. റൈറ്റിങ്ങിന് മെയിനായിട്ട് 2 സെക്ഷൻസ് ആണുള്ളത്, സെക്ഷൻ A ആൻഡ് സെക്ഷൻ B.
സെക്ഷൻ എക്ക് 25 മിനിറ്റ്സും സെക്ഷൻ ബിക്ക് 35 മിനിറ്റ്സ് ആയിരിക്കും മെയിനായിട്ട് അവർ അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവുക. സെക്ഷൻ എയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അത് റിപ്പോർട്ടിംഗ് ആയിരിക്കും. റിപ്പോർട്ടിംഗ് ഇൻ ദ സെൻസ് ഓഫ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്കൊരു നമ്മൾ ജേർണൽ റിപ്പോർട്ടൊക്കെ എഴുതില്ലേ, അതേപോലെ ഒരു റിപ്പോർട്ടിംഗ് ആയിരിക്കും സെക്ഷൻ എയിൽ മെയിനായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരാൾ ഒരു ജസ്റ്റ് ഒരു റിപ്പോർട്ടിംഗ് എഴുതുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി ഇങ്ങനെ ഒരു ദിവസം നടന്നു പോയ സമയത്ത് ഒരു വണ്ടി വന്നു. ആ വണ്ടി എന്താണ് റൂള് ഫോളോ ചെയ്യാണ്ടാണ് വന്നത്. ആ സമയത്ത് അവിടെ നിന്നിരുന്ന പോലീസുകാരൻ എന്ത് ചെയ്തു, ആ കുട്ടീനോട് ചോദിച്ചു. ഇത്രയായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവാം. ബാക്കിയുള്ള കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് നമ്മുടേതായ ഓൺ ഇമാജിനേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, 82 അല്ലെങ്കിൽ മാക്സിമം 100 വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ ആ ജേർണൽ റിപ്പോർട്ട് നമ്മൾ കവർ ചെയ്യണം. സോ നമുക്ക് അതിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഇമാജിനേഷനാണ് അവിടെ വരുന്നത്. പക്ഷേ അങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ഫ്രഞ്ച് ഗ്രാമർ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്ഷൻ ബി. സെക്ഷൻ ബി എന്ന് പറയുന്നത് 35 മിനിറ്റ്സിലായിരിക്കും സെക്ഷൻ ബി നമുക്ക് ഉണ്ടാവുക. 35 മിനിറ്റ്സിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് IELTS പോലെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടോപ്പിക്സ് കിട്ടും. ലൈക്ക് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, കോസസ് ആൻഡ് സൊല്യൂഷൻ ക്വസ്റ്റ്യൻസ്, ആർഗ്യുമെൻറ്റ് ഡിസഗ്രിമെൻറ്റ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാറുണ്ട്. സെയിം തന്നെയായിരിക്കും സെക്ഷൻ ബിയിൻ്റെ ഫ്രഞ്ച് എക്സാമിനേഷൻ എന്ന് പറയുന്നതും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇൽ ഫോക്ക് nous soyons végétariens pour la bonne santé physique എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നു എന്ന് വിചാരിക്കും. ഇൻ ദ സെൻസ് ഓഫ് ഇറ്റ് ഈസ് നെസസറി ടു ബി ഇറ്റ് ഈസ് നെസസറി ടു ബി വെജിറ്റേറിയൻ ഫോർ ലിവിങ് ലോങ് ടേം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെയിം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ദെൻ ബോഡി കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് സെയിം IELTS എഴുതുന്ന പോലെ തന്നെ എഴുതണം. ഇതിന് നമുക്കൊരു പ്രോപ്പർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതുന്നു, അതിനുശേഷം നമ്മൾ ചിലപ്പോൾ 2 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ 2 നെഗറ്റീവായിട്ടുള്ള കാര്യം പറയുന്നു. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിരിക്കും. സോ ഇതിനൊക്കെ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ട്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 35 മിനിറ്റ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് നമുക്ക് 200 വേർഡ്സിൽ ഇത് എഴുതാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ കൂടുന്നതനുസരിച്ച് നമുക്ക് 200 വേർഡ്സിന് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 200 വേർഡ്സ് ആണ് അവർ ലിമിറ്റ് പറയുന്നത്. സോ ഇതാണ് റൈറ്റിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സ്പീക്കിംഗ്. സ്പീക്കിങ്ങിന് മെയിനായിട്ട് 2 സെക്ഷൻസ് ആണുള്ളത്, സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. സെക്ഷൻ എ എന്ന് പറയുന്നത് 5 മിനിറ്റ്സും സെക്ഷൻ ബി എന്ന് പറയുന്നത് 10 മിനിറ്റ്സും. ടോട്ടൽ 15 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ സ്പീക്കിംഗ് കംപ്ലീറ്റ് ആവും. ഇവിടെ സെക്ഷൻ എയിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അവരൊരു ചിലപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പോസ്റ്റർ എന്തെങ്കിലും എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്യും. നമ്മളത് 1 മിനിറ്റിനുള്ളത് വായിച്ചിട്ട് എക്സാമിനറോട് അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ജോബ് ഓഫറിനെ കുറിച്ചുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ജോബ് ഓഫർ ചെയ്യുന്ന കമ്പനീനെ കോൾ ചെയ്യുന്നു. ലൈക്ക് അത് എക്സാമിനർ എന്ത് ചെയ്യും, ആ കമ്പനിയായിട്ട് ആക്ട് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ചോദിക്കാനായിട്ട് എക്സാമിനറോട് നമ്മൾ വിളിക്കുന്നു. സോ ഒരു ഡയലോഗ് കോൺവെർസേഷൻ സെയിം. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എക്സാമിനർ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ലീഡ് ചെയ്യും. അല്ലെങ്കിൽ ഈ കോൺവെർസേഷൻ മെയിനായിട്ട് എക്സാമിനർ ആയിരിക്കും ലീഡ് ചെയ്യുക. ഇത് മെയിനായിട്ട് ഫോർമൽ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൂ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഫോർമൽ രീതിയിൽ നമ്മളൊരു ഡയലോഗ് കോൺവെർസേഷൻ ആയിരിക്കും സെക്ഷൻ എ എന്ന് പറയുന്നത്. സെക്ഷൻ ബി എന്ന് പറയുന്നതും സെയിം ഡയലോഗ് കോൺവെർസേഷൻ ആണ്. ലൈക്ക് പോസ്റ്ററോ ജോബ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റോ നമുക്ക് പ്ലേ ചെയ്യും. അത് നമ്മൾ 1 മിനിറ്റിൽ വായിച്ചിട്ട് ഇൻഫോർമൽ രീതിയിൽ ഡയലോഗ് കോൺവെർസേഷൻ നടത്തണം. ഇവിടുത്തെ മെയിൻ ട്രിക്കി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളായിരിക്കണം ആ ഡയലോഗ് കോൺവെർസേഷൻ ലീഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ജോബ് ഓഫർ കണ്ടു, അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എക്സാമിനർ നമ്മൾ ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യും. സോ ഇൻഫോർമൽ രീതിയായിരിക്കും അവിടെ നമ്മൾ ആക്ട് ചെയ്യുന്നത്. സോ ഇൻഫോർമൽ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ടിനെ കൺവിൻസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ഒരു ജോബ് അവൾക്ക് നല്ല സ്യൂട്ടബിൾ ആണ്, അവന് അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര സ്യൂട്ടബിൾ ആണ്, ഇന്ന ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയണം. നമ്മൾ എന്താണോ പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എക്സാമിനർ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലില്ല, എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതല്ല, എനിക്ക് ഇത്രയും ശമ്പളം പോരാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ കൺവിൻസ് ചെയ്തെടുക്കണം.
ഓക്കെ, അതാണ് സെക്ഷൻ ബി എന്ന് പറയുന്നത്. സെക്ഷൻ ബി കുറച്ച് ട്രിക്കിയാണ്, കാരണം നമ്മൾ അത്രയും ഫ്രഞ്ചിൽ പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്ലുവൻസി, നമുക്ക് ആ ലാംഗ്വേജ് അത്രയും നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ആ കോൺവെർസേഷൻ നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഈ ടഫ് എക്സാമിൻ്റെ ജേർണി എല്ലാവർക്കും അറിയുന്ന പോലെ 8 to 1 year ആണ്. 1 yearൽ നമ്മൾ ഒബ്വിയസ്ലി അത്രയും പറയാനായിട്ട് നമ്മൾ ഏബിൾ ആവും. സോ ഇതാണ് സെക്ഷൻ ബി എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഫ്രഞ്ചിലെ മൊഡ്യൂൾസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്.